ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ കഴിവതും ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. കാരണം വളരെ ഗൗരവകരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിതിലൂടെ ചർച്ച ചെയ്യുന്നുണ്ട്. എന്തൊക്കെ പുകിലായിരുന്നു! ഗൗതം ഗംഭീറിനെ ടീമിൻ്റെ കോച്ചായിട്ട് നിയമിക്കുന്നു. കളിക്കാനില്ലെന്ന് പറഞ്ഞ് മാറി നിന്ന രോഹിത് ശർമ്മയെയും വിരാട് കോഹ്ലിയെയും തിരിച്ചു കൊണ്ടുവരുന്നു. രവീന്ദ്ര ജഡേജയ്ക്ക് റെസ്റ്റ് അനുവദിക്കുന്നു. സഞ്ജു സാംസണെ ടീമിലെടുക്കുന്നില്ല. ശുഭ്മാൻ ഗില്ലിന് വൈസ് ക്യാപ്റ്റൻസി കൊടുക്കുന്നു. അവസാനം പവനായി ശവമായി. അങ്ങനെ രോഹിത് ശർമ്മയും സംഘവും തോൽവിയോടുകൂടി ശ്രീലങ്കയിൽ നിന്ന് മടങ്ങുന്നു. യഥാർത്ഥത്തിൽ ഈ തോൽവിയുടെ ഉത്തരവാദിത്തമെന്നല്ല, ഈ തോൽവിയുടെ കാരണം എന്തൊക്കെയാണ്, നമുക്കതൊക്കെ ഒന്ന് വിശകലനം ചെയ്യാം. അതിനു മുമ്പ് ഇന്ത്യയുടെ ഗംഭീര തോൽവി എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യമാണ് ശ്രീലങ്കയുടെ ക്രിക്കറ്റിലേക്കുള്ള തിരിച്ചുവരവ്. ശക്തമായ രീതിയിലുള്ളൊരു തിരിച്ചുവരവ് അവർ കാഴ്ചവെക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിക്കറ്റ് ആരാധകൻ എന്നുള്ള രീതിയിൽ ഏറ്റവും അധികം സന്തോഷം നൽകുന്നൊരു വാർത്തയാണ്. കാരണം ഒരു കാലത്തൊരു ചാമ്പ്യൻ ടീമായിരുന്നു ശ്രീലങ്ക എന്ന് പറയുന്നത്. എത്രയോ ലെജൻസിനെ ശ്രീലങ്ക ക്രിക്കറ്റിന് സമ്മാനിച്ചിട്ടുണ്ട്. അതിൽ കുമാർ സംഗക്കാരയുണ്ട്, സനത് ജയസൂര്യയുണ്ട്, ദിൽഷനുണ്ട്, മുത്തയ്യ മുരളീധരൻ, അങ്ങനെ ഒരുപാട് പേര്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ടീം ഒരു കാലഘട്ടത്തിൽ പെട്ടെന്ന് അങ്ങോട്ട് പുറകോട്ട് പോകുന്നു. ഏത് ചെറിയ ചെറിയ ടീമുകൾക്ക് വരെ വന്ന് തോൽപ്പിച്ചിട്ട് പോകാൻ കഴിയുന്നൊരു ടീമായിട്ട് ശ്രീലങ്ക മാറുന്നു. ഇതൊക്കെ പറയുമ്പം ഒരു ക്രിക്കറ്റ് ആരാധകൻ എന്നുള്ള രീതിയിൽ നമുക്കൊക്കെ ഭയങ്കര വിഷമമാണ്. കാരണം ഫുട്ബോൾ എന്ന് പറയുന്നൊരു സ്പോർട്സ് എന്ന് പറയുന്നത് എല്ലാവരും കളിക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് രാജ്യങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു സ്പോർട്സാണ്. എന്നാൽ ക്രിക്കറ്റിൻ്റെ കാര്യം നമുക്കറിയാം, വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രമേ ക്രിക്കറ്റുമായിട്ട് മുമ്പോട്ട് വരുന്നുള്ളൂ. ഈ രാജ്യങ്ങളിൽ തന്നെ ഏറ്റവും മികച്ച് നിന്നിരുന്ന രാജ്യങ്ങൾ പുറകോട്ട് പോകുക എന്ന് പറയുമ്പോൾ അത് ക്രിക്കറ്റിനെ തന്നെ ബാധിക്കുന്നൊരു കാര്യമാണ്. ശ്രീലങ്കയുടെ ഒരു ശക്തമായ തിരിച്ചുവരവ് ക്രിക്കറ്റിന് അനിവാര്യമായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് സംഭവിക്കുന്നതെന്ന് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് ഗൗതം ഗംഭീർ ഹെഡ് കോച്ച് സ്ഥാനത്തേക്ക് വരുന്നു. പക്ഷെ അതിനുശേഷം സ്ക്വാഡ് നിർണ്ണയം മുതൽ അവിടുന്ന് അങ്ങോട്ട് എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം പാളിപ്പോകുന്നൊരു കാഴ്ച. വലിയ രീതിയിലുള്ള വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാ ഭാഗത്തു നിന്ന് വരുന്നുണ്ടെങ്കിലും ഇല്ല, നിങ്ങൾ വിമർശിച്ചോളൂ, ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ മുമ്പോട്ട് പോകും എന്നുള്ളൊരു ധാർഷ്ട്യം. ഈ രണ്ട് കാര്യങ്ങളുമാണ് ഇന്ത്യയുടെ പരാജയത്തിന് ഏറ്റവും ഒന്നാമതായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം. രണ്ടാമത് തീർച്ചയായിട്ടും പിച്ച് തന്നെയാണ്. നമുക്കറിയാം, വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു പിച്ചാണ് ശ്രീലങ്ക ഇന്ത്യക്ക് വേണ്ടി ഒരുക്കി വെച്ചിരുന്നത്. അത് മഹേഷ് തീക്ഷണ തന്നെ കളി കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, ഇന്ത്യ പോലൊരു ടീമിനോടൊപ്പം കളിക്കുമ്പം ഇത്തരത്തിലൊരു പിച്ച് വെക്കണം എന്നുള്ളത് ഞങ്ങൾ ഓൾറെഡി തീരുമാനിച്ചിരുന്നു. കാരണം വേറെ ഏത് പിച്ച് വെച്ചാലും ഇന്ത്യ ഡോമിനേറ്റ് ചെയ്യുന്നുള്ളത് അവർക്കറിയാമായിരുന്നു. അത് തീക്ഷണത ഓപ്പണായിട്ട് പറയും കൂടി ചെയ്യാണ്. അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ടീമുകൾ, അതിപ്പം ബംഗ്ലാദേശ് ആയിക്കോട്ടെ, ഇനിയിപ്പം അഫ്ഗാനിസ്ഥാൻ ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള ചെറിയ ടീമുകളായിക്കോട്ടെ, വലിയ ടീമുകളായിക്കോട്ടെ, എല്ലാവർക്കും ഒരു ധാരണ ഇതിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു. അതായത് ഈ തരത്തിൽ സ്പിന്നിനെ ഇത്രയധികം അനുകൂലിക്കുന്ന ടേണിംഗ് പിച്ചസ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ ഒന്നിനു പുറകെ ഒന്നായിട്ട് കൂടാരം കയറുമെന്നുള്ള ഒരു മെസ്സേജ് ഇപ്പം എല്ലായിടത്തും എത്തിക്കഴിഞ്ഞു. ഇനി അവരിനി വേറെ ഏതെങ്കിലും ഒരു സീരീസിന് ഇന്ത്യ അങ്ങോട്ട് ക്ഷണിക്കുകയോ അല്ലെങ്കിൽ ഇന്ത്യ അവിടെ പോയി കളിക്കുകയോ ചെയ്യുമ്പം അവരും ഇന്ത്യക്ക് വേണ്ടി ഇത്തരത്തിലുള്ള പിച്ചുകൾ ഒരുക്കി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. കാരണം കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു അൺബീറ്റൺ ടീമാണ്, അത് ഏത് ഫോർമാറ്റിലാണെന്നുണ്ടെങ്കിലും. അപ്പോൾ ഈ ഇന്ത്യയെ എങ്ങനെയും താഴെ ഇറക്കണം നോക്കി നടക്കുന്ന ടീമുകളാണ് ബാക്കിയുള്ളവർ. അപ്പോൾ ഇപ്പോൾ ഒരു നല്ലൊരു തുറുപ്പ് ചീട്ട് എങ്ങനെയാണ് ഈ ടീമിനെ പിടിച്ചു കെട്ടേണ്ടതെന്നുള്ളത് ശ്രീലങ്ക കാണിച്ചു തന്നിരിക്കുകയാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പോകുമ്പോഴും ചിലരിപ്പോഴും പറയുന്നുണ്ട്, ഇതൊന്നും നമ്മൾ കണക്ക് കൂട്ടണ്ട, കാരണം ബുംറ കളിച്ചിട്ടില്ല, നമ്മളൊരു ഫുൾ സ്ട്രെങ്ത് ആയിട്ടുള്ള ടീമുമായിട്ടൊന്നും അല്ല പോയിരിക്കുന്നതെന്ന് ഇപ്പോഴും വാദിക്കുന്ന ആളുകളുണ്ട്. അവരോട് ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ, ബുംറ ഇല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ഇല്ലേ? അതാണ് ചോദ്യം. അതായത് കാലാകാലങ്ങളായിട്ട് ബുംറ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നു നമുക്ക് പറയാൻ കഴിയില്ല. അദ്ദേഹത്തിനൊരു ടൈമുണ്ട്, ആ ടൈം കഴിഞ്ഞാൽ അദ്ദേഹം തീർച്ചയായിട്ടും വിരമിച്ചു പോകും. അപ്പം അതിനിടയ്ക്ക് ഇനിയും കൂടുതൽ ബുംറമാരെ സൃഷ്ടിക്കേണ്ടത് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അങ്ങനെ യാതൊരു തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാത്തൊരു ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എന്നവർ പറയുന്നതോ ഞങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ അടിമുടി മാറ്റാൻ പോവുകയാണ്, ഭാവിയെ കണ്ടുകൊണ്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. എന്ത് തീരുമാനങ്ങളാണ് ഇവരെടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതായത് മുഹമ്മദ് സിറാജ് വളരെ ഓവർ റേറ്റഡ് ആയിട്ടുള്ളൊരു പ്ലെയറായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ ലാസ്റ്റ് മത്സരം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പം ആ ഒരു മത്സരം വെച്ച് മാത്രമല്ല, യഥാർത്ഥത്തിൽ എന്താണ് ബുംറയുടെ ഒപ്പം ഒരു കോമ്പിനേഷൻ, അത് ആര് ബോൾ ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ കഴിയും. അത് സിറാജിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ചേർന്ന ഒരു ഡെഡ്ലി കോംബോ ആണെന്ന് അതിനർത്ഥമില്ല. അതിൻ്റെ ആ കോംബോ ഡെഡ്ലി ആവുന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണം ജസ്പ്രീത് ബുംറയാണ്. കാരണം ബുംറ കൃത്യമായിട്ട് വന്ന് ലൈൻ ആൻഡ് ലെങ്ത്തിൽ ബോൾ ചെയ്യുന്നു. ബുംറ അവിടെ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ബാറ്റ്സ്മാന് ബോളൊന്നും തൊടാൻ പോലും സമ്മതിക്കാതെ, ഇനി തൊട്ട് കഴിഞ്ഞാലും റണ്ണ് വഴങ്ങാതെ വളരെ പിശുക്കി മാത്രം റണ്ണ് കൊടുത്തുകൊണ്ട്
എപ്പോൾ ഏത് ബോളറെയും, അതായത് ഷോർട്ട് ബോളാണോ അടുത്തത് വരാൻ പോകുന്നത്, യോർക്കറാണോ വരാൻ പോകുന്നത്, ബാറ്റർക്ക് യാതൊരു ഐഡിയയും കൊടുക്കാതെ അങ്ങനെ ബുംറ ബോൾ ചെയ്യുമ്പോൾ അവർ വിക്കറ്റ് പോകാതിരിക്കാൻ വളരെ കോൺഷ്യസായി കളിക്കുന്നു. ഈ ബുംറയ്ക്ക് വിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ പോലും ബുംറ ആ ഓവറിൽ ക്രിയേറ്റ് ചെയ്യുന്നൊരു പ്രഷറുണ്ട്. ആ പ്രഷർ ബിൽഡായി വരുമ്പം അത് ടീമിന് ദോഷകരമായിട്ട് ബാധിക്കുന്നു മനസ്സിലാക്കുന്ന ബാറ്റർമാർ ബുംറയുടേതല്ലാത്ത ഓവറുകളിൽ അടിച്ച് കളിക്കാൻ വേണ്ടിയിട്ടും റിസ്ക് എടുത്ത് ഷോട്ടുകൾ കളിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പം അതിൽ നിന്ന് ഒരു ലൂസ് ഷോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു വിക്കറ്റാക്കി മാറ്റാൻ കേപ്പബിൾ ആയിട്ടുള്ളൊരു ഫീൽഡിംഗ് സെറ്റ് നമുക്കുള്ളത് കൊണ്ടാണ് രണ്ടാമത് ബോൾ ചെയ്യാൻ വരുന്ന ആൾക്ക് വിക്കറ്റുകൾ കിട്ടുന്നത്. അതിനപ്പുറത്തേക്ക് മുഹമ്മദ് സിറാജിന് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. ഇനി സിറാജിനെ അവിടെ വിട്ടേക്ക്, നിങ്ങൾ ഇതൊരു ട്രയലാണല്ലോ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത്. അതായത് ഒരു വലിയ ടൂർണമെൻറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല. നമ്മൾ ഈ സ്ക്വാഡ് ഇതൊക്കെ പ്രഖ്യാപിക്കുമ്പോഴും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായപ്പോഴും അവർ വിചാരിച്ചിരുന്നത് ശ്രീലങ്കയല്ലേ, ശ്രീലങ്കയൊക്കെ ആർക്ക് വേണമെങ്കിലും വന്ന് തോൽപ്പിച്ചിട്ട് പോകാൻ പറ്റുന്നൊരു ടീമാണെന്നുള്ള ഒരു സിമ്പിളായിട്ട് ശ്രീലങ്കയെ കണ്ടു. ഈ സിറാജിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. അതായത് ഇതൊരു യഥാർത്ഥത്തിലൊരു ട്രയലായിരുന്നു നമ്മളെ സംബന്ധിച്ച്. ഇനിയിപ്പോൾ ചാമ്പ്യൻസ് ലീഗും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അതിന് മുമ്പ് നമുക്ക് മറ്റ് പ്ലേയേഴ്സിന് അവസരങ്ങൾ കൊടുത്ത് അവരുടെ കളി നിരീക്ഷിച്ച് നല്ലൊരു സ്ക്വാഡിനെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ട്രയലായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മളിത് തുടങ്ങുന്നത് തന്നെ. എന്നിട്ട് ഹർഷിത് റാണ, ഖലീൽ അഹമ്മദ് തുടങ്ങിയ പ്ലേയേഴ്സിനെ ടീമിലെടുത്തിട്ട് അവർക്ക് എന്തുകൊണ്ട് അവസരം കൊടുത്തില്ല? ഇത് സിറാജിന് മാത്രം ഒരു കുത്തകയാക്കിയിട്ട് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ബാക്കി പ്ലേയേഴ്സുണ്ട്, അവർ വളർന്നു വരേണ്ടതല്ലേ? അപ്പം അവർക്കൊരു അവസരം യഥാർത്ഥത്തിൽ അവർ ഡിസേർവിങ് ആയതുകൊണ്ടാണല്ലോ അവർ സ്ക്വാഡിലെത്തിയത്. എല്ലാവരും അങ്ങനെ അല്ലെങ്കിൽ പോലും ഇവർ രണ്ടുപേരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഹർഷിത് റാണ നല്ല രീതിയിൽ ബോൾ ചെയ്യുന്ന ഒരാളാണ്. എന്തുകൊണ്ട് ഹർഷിത് റാണയ്ക്ക് ഒരു കൃത്യമായിട്ടുള്ളൊരു അവസരം അവിടെ കൊടുത്തില്ല? അതായത് നിങ്ങളെ വേണമെങ്കിൽ ഞങ്ങൾ ടീമിലെടുക്കാം, പക്ഷേ കളിപ്പിക്കില്ല. അതായത് CID മൂസയിൽ പറയുന്ന പോലെ തോക്ക് തരാം, പക്ഷേ വെടിവെക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെയാണ് ഗില്ലിനെ ടീമിലെടുത്തു, വൈസ് ക്യാപ്റ്റൻസി കൊടുത്തു. ഗംഭീർ പറയുന്നത് ഗില്ലൊരു 3 ഫോർമാറ്റ് പ്ലെയർ ആണെന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു 3 ഫോർമാറ്റ് പ്ലെയറിനെ മറ്റൊരു പ്ലെയറിനും വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാൻ പറ്റില്ല, അവരെ ഒഴിവാക്കാൻ പറ്റില്ല. എന്നിട്ട് ഈ പറയുന്ന 3 ഫോർമാറ്റ് പ്ലെയർ ഈ സീരീസിൽ എന്ത് കോൺട്രിബ്യൂഷനാണ് നൽകിയിട്ടുള്ളത്? യഥാർത്ഥത്തിൽ ഇന്ത്യൻ ടീമിൻ്റെ തന്നെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അക്സർ പട്ടേലും രോഹിത് ശർമ്മയും മാത്രമാണ് കോൺഫിഡൻസോട് കൂടിയിട്ട് കളിക്കുന്നത് കാണുന്നത്. ബാക്കി എല്ലാവരും ഒരുമാതിരി നെഗറ്റീവ് ഇൻറ്റൻറ്റോട് കൂടിയിട്ടാണ് കളിക്കുന്നത്. അതായത് ഈ പ്ലെയേഴ്സിൻ്റെ എല്ലാവരുടെയും ഒരു മാനസികാവസ്ഥ, അവർ കളിയോട് കാണിക്കുന്ന ഒരു സമീപനം, അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇപ്പം വിരാട് കോഹ്ലി നമുക്കറിയാം, ലോകത്തിലെ തന്നെ മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാളാണ്. അദ്ദേഹത്തിന് എന്താണ് സംഭവിക്കുന്നത്? ഒരു 3 കളികളിലും അടുപ്പിച്ചിട്ട് സ്പിന്നേഴ്സിൻ്റെ മുമ്പിൽ LBW കുരുക്കിൽ അദ്ദേഹം ചെന്ന് ചാടി കൊടുക്കുകയാണ്. അത് ചാടി കൊടുക്കുകയാണെന്ന് അങ്ങനെ തന്നെ പറയേണ്ടതുണ്ട്. കാരണം കോഹ്ലിയുടെ ഒരു കപ്പാസിറ്റി നമുക്ക് അറിയാവുന്നതാണ്. എത്ര വേണമെങ്കിലും നിന്ന് കളിക്കാനും ഏത് എക്സ്റ്റെൻറ്റ് വരെ പോയിട്ട് കളിക്കാനും കഴിവുള്ളൊരു പ്ലെയർ. അദ്ദേഹത്തെ പോലെ ഒരു ലോകോത്തര പ്ലെയർ 2 മത്സരങ്ങളിൽ തുടർച്ചയായിട്ട് സ്പിന്നേഴ്സിനെതിരെ LBWയിൽ കുരുങ്ങുമ്പം, ഇല്ല ഇനി 3ാമത്തെ കളിയിൽ ഞാൻ ഒരിക്കലും ഒരു സ്പിന്നറുടെ മുമ്പിൽ ഒരു LBWവിന് കുരുങ്ങില്ല എന്ന് സ്വയം ഒരു തീരുമാനമെടുത്ത് ആ ഒരു കോൺഷ്യസ്നെസ്സോടു കൂടി കളിക്കേണ്ടതാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും അത്തരത്തിലൊന്നും കണ്ടില്ല. ഓക്കെ, നമുക്ക് എല്ലായ്പ്പോഴും എല്ലാവരും ഫോമിലായിരിക്കണം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇനി അത് കഴിഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ ശിവൻ ദൂബയുടെ കാര്യം പറയാം. അതായത് ആദ്യത്തെ കളി യഥാർത്ഥത്തിൽ എല്ലാവരും അർഷദീപിനെ കുറ്റം പറയുന്നുണ്ട്. അർഷദീപിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ ദൂബെ കോൺഷ്യസായി കളിക്കണമായിരുന്നു. കാരണം ആ സമയത്ത് നമുക്ക് ഓൾറെഡി 9 വിക്കറ്റുകൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ജയിക്കാൻ വേണ്ടത് ഒരേ ഒരു റണ്ണ്, ബോളുകൾ നമുക്ക് ഇനി ഇഷ്ടം പോലെ ബാക്കി കിടപ്പുണ്ട്. അപ്പോൾ അടുത്തത് താൻ ഔട്ടായി കഴിഞ്ഞാൽ അടുത്തത് വരാൻ പോകുന്നത് 11ാമത്തെ പ്ലെയറാണ് ടീമിലത്തെ എന്നുള്ളത് ബോധത്തോടു കൂടി ദൂബെ കളിക്കണമായിരുന്നു. ആ സമയത്ത് കൃത്യമായിട്ട് ദൂബെ ഔട്ടാവുന്നു. പകരം വന്ന അർഷദീപാണെന്നുണ്ടെങ്കിൽ അതിലും വലിയ പരിപാടിയാണ് കാണിക്കുന്നത്. പുള്ളിക്കാരൻ വന്നിട്ട് ഒരു സിംഗിൾ എടുക്കേണ്ട ഒരു കാര്യമുള്ളൂ. അപ്പുറത്ത് ഇനിയിപ്പം സിംഗിൾ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട, ആ ഓവർ തീർക്കുക. അപ്പുറത്ത് സിറാജുണ്ട്. സിറാജ് ആ സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രൈക്ക് ദൂബേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. പുള്ളിക്കാരൻ വന്ന് അവസാന ബോളിൽ മറ്റേ മഹേന്ദ്ര സിംഗ് ധോണിയെ അനുകരിക്കുന്ന രീതിയിൽ ഒരു ഷോട്ട് അടിക്കാനായിരിക്കണം ശ്രമിച്ചത്. പക്ഷെ എത്രമാത്രം ഒരു മോശം കളിയായിരുന്നു അന്ന് അർഷദീപ് കളിച്ചിരുന്നു എന്നുള്ളത് ആ ഒറ്റ ഇതൊന്നും മനസ്സിലാവും. കാരണം ഒരു പ്ലെയറെ സംബന്ധിച്ച് ഇപ്പോൾ ടീം ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നതെന്ന് നോക്കി കളിക്കേണ്ടത് ഒരു പ്ലെയറുടെ ഉത്തരവാദിത്തമാണ്. കാരണം ഒരേ ഒരു വിക്കറ്റ് മാത്രമേ കയ്യിലുള്ളൂ.
ഒരേ ഒരു റണ്ണ് മതി ജയിക്കാൻ. നിങ്ങൾക്കിപ്പം ഒരു ബോളേ ബാക്കിയുള്ളൂ, ഒരു 3 റണ്ണ് അല്ലെങ്കിൽ 4 റണ്ണ് 5 റണ്ണ് 6 റണ്ണ് ഇത്രയും വേണം ജയിക്കാന്നുണ്ടെങ്കിൽ ആ ഒരു ബാറ്റ് വീശലിനെ ആരും കുറ്റം പറയില്ല. പക്ഷെ ഇത്തരത്തിൽ സെൻസിബിളായി നിന്ന് കളിക്കേണ്ടടുത്ത് നോൺ സെൻസായി കളിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അതുപോലെ തന്നെയാണ് ശ്രേയസ് അയ്യർ. അദ്ദേഹം നല്ല പ്ലെയറാണ്, സ്പിന്നിനെ കണ്ടു കഴിഞ്ഞാൽ വലിച്ചു കയറി കളിക്കുന്നൊരു പ്ലെയറാണ്. പക്ഷെ അദ്ദേഹം ഫോം ഔട്ടാണ്. എന്നിട്ട് മൂന്നാമത്തെ ODIക്ക് എന്താണ് ചെയ്യുന്നത്? KL രാഹുലിനെ ഡ്രോപ്പ് ചെയ്യാറുണ്ട്. KL രാഹുലിനെ പോലെ ഇൻ്റർനാഷണൽ ക്വാളിറ്റി ഉള്ളൊരു പ്ലെയറെ ODI ടീമിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്നു. അതിൻ്റെ വിശദീകരണം എന്താണെന്നുള്ളത് യഥാർത്ഥത്തിൽ ഗംഭീർ പറയേണ്ടതാണ്. എന്തടിസ്ഥാനത്തിലാണ് KL രാഹുലിനെ പോലൊരു പ്ലെയറിനെ ടീമിൽ നിന്ന് മാറ്റുന്നത്? കാരണം മസ്റ്റ് വിൻ മാച്ചിൽ KL രാഹുൽ ODI എങ്ങനെ കളിക്കുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് കൊടുക്കുന്ന പൊസിഷനുകളും നിങ്ങൾ നോക്കുക. അദ്ദേഹത്തിന് കളിക്കാൻ പറ്റുന്ന പൊസിഷനുകളല്ല അദ്ദേഹത്തിന് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി കളിച്ചില്ലെന്ന് പറഞ്ഞിട്ട് അവസാനത്തെ ODIയിൽ അദ്ദേഹത്തെ ഡ്രോപ്പ് ചെയ്യുന്നു. എന്നിട്ട് കളി ജയിക്കാൻ പറ്റുമോ? അതൊട്ടും ഇല്ല താനും. ഇപ്പം ജയിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഒരു നല്ലൊരു ഫൈറ്റ് കാഴ്ചവെച്ചിട്ടാണ് നമ്മൾ പരാജയപ്പെട്ടിരുന്നെങ്കിൽ പോലും നമുക്ക് ഇത്രയും പറയേണ്ടി വരില്ല. കാരണം ഇത് 110 റണ്ണിൻ്റെ ഒരു വലിയ തോൽവി. അത് 27 വർഷങ്ങൾക്ക് ശേഷമാണ് ലങ്കയെ പോലൊരു ടീം നമ്മളിൽ നിന്ന് അങ്ങനൊരു വിജയം തട്ടിയെടുക്കുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് വിഷമം. കാരണം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. നേരത്തെ പറഞ്ഞ പോലെ അൺബീറ്റൺ ആയിട്ടുള്ളൊരു ടീമാണ്. ആ ടീം ഈ തരത്തിലൊരു പരാജയത്തിലേക്ക് കൂപ്പുകുത്തുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് മാത്രമല്ല, അത് ലോകത്തിൽ തന്നെ ക്രിക്കറ്റിലൊരു വലിയ ചർച്ച ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇതൊക്കെ പറയുമ്പോഴും ശ്രീലങ്കയുടെ കാര്യം എടുത്തു പറയേണ്ടതാണ്. കാരണം അവരുടെ മിഡിൽ ഓർഡർ എന്ന് പറയുന്നത് ഗംഭീര പരാജയമായിരുന്നു. കാരണം ഒന്നിന് പുറകെ ഒന്നായിട്ട് വിക്കറ്റുകൾ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. പക്ഷേ നിങ്ങൾ ഓരോ കളി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, മുമ്പത്തെ കളിയിൽ നന്നായി കളിക്കുന്ന ആൾ രണ്ടാമത്തെ കളിയിൽ ഇപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഔട്ടാവുകയാണെന്നുണ്ടെങ്കിലും ആ റോള് വേറൊരാൾ ഏറ്റെടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ കളി കഴിയുമ്പോഴും അവർ ഓരോരുത്തരായിട്ട് ഫോമായിട്ട് വരുന്നു. ഇപ്പം നിസംഗ നന്നായിട്ട് കളിക്കുന്നു, അവിഷ്ക ഫെർണാണ്ടസ് നന്നായിട്ട് കളിക്കുന്നു, മെൻഡിസ് നന്നായിട്ട് കളിക്കുന്നു. ഇപ്പം അസലങ്കയെ പോലെ, അസലങ്ക എന്ന് പറയുന്നതൊന്നും ഒരു ബെസ്റ്റ് സ്പിന്നർ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു പാർട്ട് ടൈം ബോളർ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹമൊക്കെ വന്നിട്ട് കാഴ്ചവെക്കുന്ന പെർഫോമൻസ് എന്താണ്? അതേപോലെ തന്നെ വാണ്ടേഴ്സ്. അപ്പം ഇങ്ങനെയുള്ള പ്ലേയേഴ്സിനെ വെച്ചിട്ട് നമ്മൾ പറയുന്നുണ്ട് നമുക്ക് ബുംറ ഇല്ലാതെ കളിച്ചു, അവരില്ലാതെ കളിച്ചു, ഇവരില്ലാതെ കളിച്ചു. ശ്രീലങ്കയുടെ പകുതി പേരില്ലാതെയാണ് അവർ കളിക്കുന്നത്. അവരുടെ യഥാർത്ഥത്തിൽ നമ്മൾ കളിച്ച് പരാജയപ്പെട്ട് ശ്രീലങ്കയുടെ ഒരു B ടീമിനോടാണ് എന്ന് പറഞ്ഞാൽ പോലും അതിൽ ഒരു അതിശയോക്തിയില്ല. അപ്പം ഇനിയെങ്കിലും ഇന്ത്യൻ ടീമിലൊരു വലിയ അഴിച്ചുപണി നടത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് KL രാഹുലിനെ ODI ടീമിലേക്ക് എടുക്കുക എന്നുള്ളതല്ല, അദ്ദേഹത്തെ കൊണ്ട് എല്ലാ മാച്ചുകളും കളിപ്പിക്കണം. അതുപോലെ തന്നെ സഞ്ജു സാംസൺ അവസരം കൊടുക്കണം കൃത്യമായിട്ട്. ഇപ്പം ശ്രേയസ് അയ്യർ ഫോം ഔട്ടാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പകരം മറ്റൊരാളെ, അതായത് ഈ ഫോം ഔട്ടായ ആളെ തന്നെ വെച്ച് വീണ്ടും 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 പരീക്ഷണങ്ങൾ നടത്താൻ അതിന് മാത്രമുള്ള ടൈമില്ല. കാരണം അടുത്ത ടൂർണമെൻറ്റ് വരാൻ പോവുകയാണ്. അപ്പം അതിനു മുമ്പ് ഒരു നല്ല ടീമിനെ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയേ പറ്റുള്ളൂ. അതേപോലെ തന്നെ സിറാജ് അടി വാങ്ങുന്നുണ്ടെങ്കിൽ വേണ്ട, നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. കാരണം പഴയ പോലെയല്ല, ഇന്ത്യൻ ടീം ഇപ്പോൾ ഫാസ്റ്റ് ബോളിംഗ് സെക്ഷനിൽ വളരെ മികച്ചതായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പം അവിടെയും ഈ സ്വജനപക്ഷപാതം എന്നൊക്കെ പറയുന്ന പോലെ സിറാജിനോടൊരു പ്രത്യേക താല്പര്യം അല്ലെങ്കിൽ ഒരു ഇഷ്ടം BCCIക്കുള്ള പോലെ വീണ്ടും 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 അവസരങ്ങൾ കൊടുക്കുന്നു. അതിനു മാത്രമൊക്കെ സിറാജ് എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ എന്നുള്ളത് തന്നെ സംശയമാണ്. ഇനി അഥവാ ഏതെങ്കിലും 1-2 കളി നന്നായി പെർഫോം ചെയ്തില്ലെങ്കിലും പുള്ളി എന്താണ് ഗ്രൗണ്ടിൽ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം പൊതുവേ ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ ഓക്കെ, അഗ്രഷൻ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. ഇപ്പം കിങ് കോഹ്ലി ഉൾപ്പെടെയുള്ള ആളുകൾ അഗ്രസീവായിട്ട് കളിക്കുന്ന ആളുകളാണ്, അവരുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. പക്ഷേ സിറാജ് കാണിക്കുന്നത് അഗ്രഷൻ തന്നെ ആണോ എന്നുള്ളൊരു സംശയത്തിലാണ് നിൽക്കുന്നത്. കാരണം കാണുന്ന സ്വന്തം ടീമിലുള്ള നമുക്ക് തന്നെ കാണുമ്പം ഇയാൾ എന്താണ് ഈ കാണിക്കുന്നതെന്ന് നമുക്ക് തന്നെ തോന്നിപ്പോവും. ഇല്ലാത്തൊരു അഗ്രഷൻ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നു. നമുക്കത് കാണുമ്പോൾ ഒരു വെറുപ്പാണ് വരുന്നത്. എന്നാൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടോ? അതൊട്ടില്ല താനും. അതുപോലെ തന്നെ ഗില്ലിൻ്റെ കാര്യം, ഗില്ലിന് നിങ്ങൾ ഇത്രയും അവസരങ്ങൾ കൊടുത്തില്ലേ? നിങ്ങൾ ഋതുരാജ് ഗെയ്ക്വാദിന് ഒരു അവസരം കൊടുക്കൂ. ഞാൻ പറയുന്നു, അതായത് ഇപ്പോൾ T20യിൽ അദ്ദേഹത്തിന് എന്തായാലും അദ്ദേഹം ഡിസേർവിങ് ആണ്. ODIയിൽ കൂടി ഋതുരാജ് ഗെയ്ക്വാദിനൊരു അവസരം കൊടുക്കണം എന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഒരു CSK ഫാൻ ആയതുകൊണ്ട് എന്ത് പറഞ്ഞാലും ഋതുരാജിനെ അങ്ങനെ പറയുന്നതല്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ T20യിൽ പോലും അദ്ദേഹം കളിക്കുന്നൊരു രീതിയുണ്ട്. അതായത്
കുറേ ബോളുകൾ എടുത്ത് ആദ്യം തൻ്റെ ഇന്നിങ്സിനൊരു ബേസ് ഉണ്ടാക്കും, ഒരു അടിത്തറ ഉണ്ടാക്കിയിട്ട് പിന്നീട് ആ അടിത്തറയിൽ നിന്നുകൊണ്ട് സ്ട്രൈക്ക് റേറ്റ് പതുക്കെ ഉയർത്തി പിന്നീട് ഗംഭീരമായ ഷോട്ടുകൾ കളിച്ച് അങ്ങനെ പോകുന്നൊരു പ്ലെയറാണ് ഋതുരാജ് ഗെയ്ക്വാദ്. അദ്ദേഹത്തെ പോലൊരു പ്ലെയറിന് തീർച്ചയായിട്ടും ആ ഒരു ബാറ്റിംഗ് ശൈലി കൊണ്ട് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ODIയിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ളൊരു ടീം പ്ലെയറിന് നിങ്ങൾ ഒരവസരം കൊടുക്കൂ. എന്നിട്ട് അദ്ദേഹം മോശമായിട്ടാണ് ഒരു 2-3 അല്ലെങ്കിൽ ഒരു സീരീസ് അദ്ദേഹത്തെ കൊണ്ട് കളിപ്പിക്കുക, അദ്ദേഹം മോശമായിട്ടാണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ വേണ്ട, ടീമിലെടുക്കണ്ട. പക്ഷെ നിങ്ങൾ അവസരങ്ങൾ കൃത്യമായിട്ട് കൊടുക്കണം. അതുപോലെ സഞ്ജു സാംസനെ നിങ്ങൾ ടീമിൽ അവസരം കൊടുക്കണം. ഇനിയിപ്പം 3 വിക്കറ്റ് കീപ്പേഴ്സിനെ വെച്ച് കളിപ്പിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പന്തിനെ മാറ്റണം. പകരം KL രാഹുലിനെ ഡ്രോപ്പ് ചെയ്യരുത്. പകരം KL രാഹുലും സഞ്ജുവും കൂടി കളിക്കട്ടെ. ഋഷഭ് പന്ത് കൂടുതൽ ടെസ്റ്റിൽ ഫോക്കസ് ചെയ്യട്ടെ. ഇപ്പോൾ ഗംഭീർ വരുമ്പോഴും ആദ്യം അതൊക്കെ തന്നെയാണ് പറഞ്ഞിരുന്നത്. പന്തിനെ പോലൊരു പ്ലെയർ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ടെസ്റ്റ് ക്രിക്കറ്റിലാണ്. ഓക്കെ, ടെസ്റ്റിലോ T20 നിങ്ങൾ അവസരം കൊടുത്തോ. ODI പോലൊരു പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ, കാരണം ഇവിടെ ODI കളിക്കാൻ ആ തരത്തിൽ സ്കില്ലുള്ള പ്ലെയേഴ്സ് ഓൾറെഡി ഉണ്ട്. അപ്പം അങ്ങനെയുള്ള പ്ലെയേഴ്സ് ഉള്ളപ്പം നിങ്ങൾ എന്തിനാണ് വേറൊരു പ്ലെയർ അവിടെ കൊണ്ടുവന്ന് വെക്കേണ്ട കാര്യം ഇല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ടീം മൊത്തത്തിലൊരു അഴിച്ചുപണി അത് അത്യാവശ്യമാണ് ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ. ഇപ്പം ഈ കളിക്ക് മുമ്പ് രോഹിത് ശർമ്മയും കോഹ്ലിയും ഓൾറെഡി പറഞ്ഞതാണ്, ഞങ്ങൾ ഈ കളിക്കില്ല, കാരണം ഞങ്ങൾ വേൾഡ് കപ്പൊക്കെ എടുത്ത് അതിൻ്റെ ക്ഷീണത്തിലിരിക്കുകയാണ്, ഞങ്ങൾക്ക് കുറച്ച് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ പോലും ആ റെസ്റ്റ് അനുവദിക്കാതെ നിങ്ങൾ കളിച്ചേ പറ്റുമെന്നും പറഞ്ഞിട്ട് ഗംഭീർ വീണ്ടും കൊണ്ടുവന്ന് കളിപ്പിക്കുന്നത്. അദ്ദേഹം കോച്ചായി ഇരിക്കുമ്പം ആദ്യത്തെ സീരീസ് അതിലൊരു പാളിച്ചുണ്ടാവരുത്, അത് കൃത്യമായിട്ട് വിജയിച്ചുകൊണ്ട് തന്നെ തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഗംഭീർ അത്രയും ഇൻസിസ്റ്റ് ചെയ്തിട്ട് അവരെ തിരിച്ചു കൊണ്ടുവരുന്നത്. അപ്പം അതിന് പകരം ശരിക്ക് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഫ്യൂച്ചറൊക്കെ മനസ്സിൽ ആലോചിച്ച് വിചാരിക്കുന്ന അല്ലെങ്കിൽ ആ തരത്തിൽ കോച്ച് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകരം അവിടെ മറ്റ് പ്ലെയേഴ്സിന് അവിടെ അവസരങ്ങൾ കൊടുക്കണമായിരുന്നു. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ട്രയൽ മാത്രമാണ്. അവിടെ നിങ്ങൾക്ക് ഓപ്പണറായിട്ട് ഋതുരാജ് ഗെയ്ക്വാദിനെ നിങ്ങൾക്ക് പരിഗണിക്കാമായിരുന്നല്ലോ. ഓക്കെ, നിങ്ങൾക്ക് ഗില്ലിന് അവസരം കൊടുത്തോളൂ, യാതൊരു കുഴപ്പമില്ല. ഗില്ലും ഗെയ്ക്വാദും കൂടിയിട്ട് ഓപ്പണിങ് ചെയ്തോട്ടെ. വൺ ഡൗണായിട്ട് കളിക്കാൻ സഞ്ജു സാംസൺ ഉണ്ട്. അദ്ദേഹം വൺ ഡൗണായിട്ടൊക്കെ നല്ല രീതിയിൽ കളിക്കാൻ കേപ്പബിളായിട്ടുള്ളൊരു പ്ലെയറാണ് സഞ്ജു സാംസൺ. അത് നമ്മൾ ഇപ്പം T20യിൽ നമ്മൾ എപ്പോഴും കാണുന്നതാണ്. ODIയിലാണെന്നുണ്ടെങ്കിലും അദ്ദേഹം ഏത് പൊസിഷനിൽ കൊടുത്തു കഴിഞ്ഞാലും നിന്ന് കളിക്കാൻ, അതായത് ഒരു ഹറിബറി ഇല്ലാതെ നോക്കി കളിക്കാൻ കഴിയുന്നൊരു താരമാണ് സഞ്ജു സാംസൺ. അപ്പം അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് നിങ്ങളൊരു അവസരം കൊടുക്കൂ. നിങ്ങൾ ഈ മുഹമ്മദ് സിറാജിനെ മാറ്റൂ, ഹർഷിത് റാണ, ഖലീൽ അഹമ്മദ്, ഇത്തരത്തിലുള്ള വളർന്നു വരുന്ന താരങ്ങൾക്ക് നിങ്ങൾക്ക് അവസരങ്ങൾ കൊടുക്കൂ. ഇതൊന്നും ചെയ്യാതെ നിങ്ങൾ ഒരൊറ്റ പ്ലെയറിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ ഈ ഫ്യൂച്ചറാണ് മണ്ണാങ്കട്ടയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ശുഭ്മാൻ ഗില്ലിന് വേണ്ടി മാത്രമാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല ഏത് വകയിലാണ് ശുഭ്മാൻ ഗില്ലൊരു 3 ഫോർമാറ്റ് പ്ലെയർ ആവുന്നതെന്നുള്ളത്. അതേപോലെ തന്നെ സൂര്യകുമാർ യാദവ്, അദ്ദേഹം T20യുടെ ക്യാപ്റ്റനാണ്. ODIയിൽ അദ്ദേഹത്തിന് യാതൊരു സ്ഥാനവുമില്ല. അതായത് T20 നന്നായി കളിക്കുന്നൊരു പ്ലെയർക്ക് ODI കളിക്കാൻ പറ്റില്ലെന്നാണോ ഇവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അദ്ദേഹത്തിന് നിങ്ങൾ അവസരങ്ങൾ കൊടുക്കൂ. ഇതിപ്പം ഉണ്ടായി വരുന്നൊരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 ഫോർമാറ്റ് ഉണ്ടെങ്കിൽ 3 ഫോർമാറ്റിലും 3 തരത്തിലുള്ള ക്യാപ്റ്റന്മാർ. അപ്പം ഇതിനേക്കാൾ കൂടുതൽ ഇന്ത്യ എന്ന് പറയുന്നൊരു ടീമിനെ മുമ്പോട്ട് കൊണ്ടുവരാൻ നമുക്ക്, ഇപ്പം നേരത്തെ നിങ്ങൾ ഗില്ലിനെ പറ്റി പറഞ്ഞ പോലെ ഗില്ലൊരു 3 ഫോർമാറ്റ് പ്ലെയറാണെന്ന് പറഞ്ഞു, അത് അവരുടെ അഭിപ്രായം. പക്ഷേ അതല്ലാതെ 3 ഫോർമാറ്റ് പ്ലെയേഴ്സ് ഒരുപാടുണ്ടെന്നുള്ളത് നമുക്കറിയാം. അത്തരത്തിലുള്ളൊരു പ്ലെയറിനെ നമ്മൾ ഫോക്കസ് ചെയ്ത് അദ്ദേഹത്തെ ഒരു ക്യാപ്റ്റൻസി മെറ്റീരിയലാക്കി മാറ്റി ആ രീതിയിൽ മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ എളുപ്പമായിരിക്കും. കാരണം കൃത്യമായിട്ട് അങ്ങനെ ഒരു അവസ്ഥ വരുമ്പം ഇപ്പോൾ ഏത് ഫോർമാറ്റാണെന്നുണ്ടെങ്കിലും ഏത് പ്ലെയറെ ഇറക്കണം എന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു ധാരണ കിട്ടും. പക്ഷേ ഇവിടെ നിങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്ന ആളെ തെറ്റാണ്. വെറുതെ ഗില്ലിനൊരു ബ്രാൻഡാക്കി കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് കൂടുതൽ അവസരങ്ങൾ കൊടുത്തിട്ട് അദ്ദേഹമാണ് അടുത്ത ഇന്ത്യൻ. ഇതിൻ്റെയൊക്കെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇപ്പം IPL ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടീമിലുണ്ടായിരിക്കും തീർച്ചയായിട്ടും. കാരണം ഒരു സ്റ്റാർ പ്ലെയർ നമ്മുടെ ടീമിലുണ്ട്, അദ്ദേഹം ഭാവിയിൽ ഇന്ത്യയുടെ അടുത്ത എന്താ പറയുക ക്യാപ്റ്റനാണ്. ഇതൊക്കെ പറയുമ്പോഴും അവിടെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അതായത് ഗുജറാത്ത് ടീം അതിൻ്റെ ഓണർഷിപ്പ് മാറുന്നു, അത് അദാനി ഏറ്റെടുക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ എല്ലാം പാടെ നമ്മൾ വെച്ച് പരിശോധിക്കുമ്പം ഗില്ലിന് ഇത്രയധികം ഇവർ ഈ സമയത്ത് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അദ്ദേഹത്തെ ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ടാക്കി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പം എന്തൊക്കെയോ ചിലത് ക്രിക്കറ്റിനപ്പുറത്തേക്ക് നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ രീതിയിലാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റിനുള്ള ചരമഗീതം എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഗംഭീർ എന്ന് പറയേണ്ടി വരും.
പറയേണ്ടി വരുന്നതിൽ വിഷമമുണ്ട്. പക്ഷേ മുമ്പത്തെ പോലെ നമുക്ക് പ്ലേയേഴ്സിന് ഇല്ലാത്തൊരു പ്രശ്നമല്ല. പ്ലേയേഴ്സ് ഒരുപാടുള്ളൊരു അവസ്ഥയിൽ നിന്ന് കൃത്യമായിട്ടുള്ള പ്ലേയേഴ്സിനെ പിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കഴിവ് കേട് കാണിക്കുകയാണ്. അത് അറിയാഞ്ഞിട്ടല്ല, അറിയാം ഇന്ന പ്ലേയേഴ്സ് ഇന്ന ഫോർമാറ്റിൽ നന്നായി കളിക്കുമെന്ന് അറിയാം. കാരണം ഇപ്പം ഗംഭീർ പോലും കോച്ചാവുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ. ഇത് മാത്രമല്ല, നിങ്ങൾ ഈ T20 സ്ക്വാഡിൽ ഋതുരാജ് ഗെയ്ക്വാദിനെ ഡ്രോപ്പ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞ റീസണാണ് എനിക്ക് ഇതുവരെ പിടികിട്ടാത്തത്. കാരണം ഞങ്ങൾ കൺസിസ്റ്റൻസിയും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇപ്പോൾ ഉള്ള സ്ക്വാഡ് ഞങ്ങൾ എന്താ പറയുക എടുത്തിരിക്കുന്നത്. അവസരങ്ങൾ മറ്റുള്ളവർക്ക് അവസരങ്ങൾ കൊടുക്കാത്തത് ഈ കൺസിസ്റ്റൻസിയുടെ പേരിലാണെന്ന് അദ്ദേഹം ഒരിക്കൽ പറയണ്ടായി ഈ സ്ക്വാഡൊക്കെ അനലൈസ് ചെയ്തതിന് ശേഷം. നിങ്ങളൊന്ന് ആലോചിച്ച്, കൺസിസ്റ്റൻസിയുടെ പേരിലാണ് നിങ്ങൾ സ്ക്വാഡ് അനലൈസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഋതുരാജ് ഗെയ്ക്വാദിൻ്റെ പേരായിരിക്കണം ആദ്യം വരേണ്ടത്. അത് കഴിഞ്ഞിട്ട് മറ്റൊരു പ്ലെയറെ നിങ്ങൾക്ക് അവിടെ ആ ഒരു പൊസിഷനൊന്നുമല്ല, ടീമിൽ വേറൊരാളെ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുള്ളൂ. എന്നിട്ട് ആ പ്ലെയറെ മാറ്റി വെച്ചുകൊണ്ട് ആ മാറ്റി വയ്ക്കാൻ പറയുന്ന കാരണം തന്നെ കൺസിസ്റ്റൻസി. എന്താണ് മനസ്സിലാവുന്നില്ല, എന്താണ് മിസ്റ്റർ ഗംഭീർ താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഇനി എന്തുദ്ദേശിച്ചാലും അത് ഒരിക്കലും ഇന്ത്യൻ ക്രിക്കറ്റിന് ഗുണം ചെയ്യുന്ന ഒന്നല്ല എന്നുള്ളത് ഇപ്പം മനസ്സിലായിട്ടുണ്ട്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയപ്പം ശ്രീലങ്ക വന്ന് കളിക്കുന്നു, ഇത്രയും സ്പിന്നർമാരെ വെച്ച് കളിക്കുന്നു. അപ്പം അവരുടെ ആ ഒരു സീമറിന് പകരം അവിടെ പതിരാനെങ്ങാനുമാണ് വന്ന് കളിച്ചിരുന്നതെങ്കിൽ സ്കോർ ഇനിയും താഴത്തേക്ക് പോവും. ഇപ്പം ഈ ഓൾ ഔട്ട് ആയത് ഇതിനൊക്കെ കുറച്ചുകൂടി ഓവറുകൾ മുമ്പേ ആയേനെ. എന്താണ് യഥാർത്ഥ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ നമുക്കറിയാം, നന്നായി കളിക്കാൻ ടാലൻ്റുള്ള, ഏത് ഷോട്ടുകൾ വേണമെങ്കിലും അനായാസമായിട്ട് കളിക്കാൻ പറ്റുന്നൊരു പ്ലെയർ. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ പ്ലേയിങ് മെറ്റീരിയൽസ് അല്ല ഇപ്പോൾ നിലവിൽ സ്ക്വാഡിലുള്ളത്. ഞാനങ്ങനെ ക്ലാസ് ചെയ്ത് പറയുന്നതല്ല, പക്ഷേ അതാണ് സത്യം. ഇപ്പം ഓക്കെ, വിരാട് കോഹ്ലി ഒരു ഗംഭീര പ്ലെയറാണ്, ഇൻ്റർനാഷണൽ ലെവൽ പ്ലെയറാണ്. രോഹിത് ശർമ്മ ഇൻ്റർനാഷണൽ ലെവൽ പ്ലെയറാണ്. KL രാഹുൽ ഇൻ്റർനാഷണൽ ലെവൽ പ്ലെയറാണ്. ഇങ്ങനെ 1 2 3 പേരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നീട് ടീമിലുള്ളവരോടും ഇപ്പോൾ നിലവിൽ ടീമിൽ ഈ സ്ക്വാഡിലുണ്ടായിരുന്നവരൊന്നും ഇൻ്റർനാഷണൽ മെറ്റീരിയലാണെന്ന് തോന്നത്തക്ക വിധത്തിലുള്ളൊരു പെർഫോമൻസ് അല്ല കാഴ്ചവെക്കുന്നത്. ഓക്കെ, ഋഷഭ് പന്ത് ഓൾറെഡി അദ്ദേഹം ഒരു ഇൻ്റർനാഷണൽ പ്ലെയറാണ്, പക്ഷേ ഫോർമാറ്റ് അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ സഞ്ജു സാംസൺ ഒരു സെഞ്ചുറി അടിച്ചതിന് ശേഷമാണ് ഈ സ്ക്വാഡിൽ അദ്ദേഹത്തെ എടുക്കാതിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഈ ഒരു ട്രയൽ റണ്ണ് ഇനിയിപ്പം അടുത്തൊരു ഒറ്റ സീരീസും കൂടി ഇനിയിപ്പം ബാക്കിയുള്ളൂ നമുക്ക് ചാമ്പ്യൻസ് ലീഗിന് മുമ്പായിട്ടുള്ളത്. അവിടെയും ഇന്ത്യയെ കാത്തിരിക്കുന്ന മിക്കവാറും ഇതുപോലത്തെ പിച്ചുകളായിരിക്കും. കാരണം ഇപ്പം മനസ്സിലായി കഴിഞ്ഞു ഇന്ത്യയെ എങ്ങനെ തളയ്ക്കണം എന്നുള്ളത് മറ്റ് ടീമുകൾക്ക്. പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് ഇപ്പം ഇന്ത്യൻ ടീം ചെയ്യുന്നത് മുഴുവൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, എന്നിട്ട് ഇവർക്കെതിരെ നമ്മൾ എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ, അപ്പം എൻ്റെ ഈ ചാനലിൽ ഈ വീഡിയോയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, പൊതുവെ ഇപ്പം എന്നെപ്പോലെ തന്നെ ഇത്തരം വിഷയങ്ങൾ പ്രതികരിക്കുന്ന ആളുകളുണ്ട്, ഒരുപാട് പേര് യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പം അവരൊക്കെ അനുഭവിക്കുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇന്ത്യൻ ടീമിനെയോ അല്ലെങ്കിൽ BCCI ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നിങ്ങളെന്താണ് ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യയെ കുറ്റം പറയുന്നു, അപ്പോഴേക്കും ദേശസ്നേഹം പൊള്ളുകയാണ്, ദേശീയത നിന്ന് കത്തുകയാണ്. എന്തിന്? നന്നായി കളിക്കുകയാണെന്നുണ്ടെങ്കിൽ, നന്നായി ടീമിനെ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും ഇത് കുറ്റം പറയാൻ നിൽക്കുമോ? ഇവർ ഈ തരത്തിലുള്ള ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ കാണിച്ചു കൂട്ടുന്നുള്ള ധാർഷ്ട്യത്തോട് കൂടിയിട്ട് ഇന്ത്യൻ ക്രിക്കറ്റിനെ തന്നെ നശിപ്പിക്കുന്ന രീതിയിൽ ഇവർക്ക് അവിടെ പോയി കളിച്ച് അവരവിടെ പരാജയപ്പെടുമ്പം ആ രാജ്യത്തുള്ള നമുക്കെല്ലാവർക്കും അത് ഹേർട്ടാവുന്നുണ്ട്, നമുക്കെല്ലാവർക്കും അത് വിഷമാവുന്ന ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും ഒരേപോലെ അപമാനിതരാവുകയാണ്. അപ്പം അങ്ങനെ വരുന്നൊരവസരത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പ്രതികരിക്കുമ്പോൾ അവരെ ഉടനെ തന്നെ രാജ്യദ്രോഹിയായിട്ടൊക്കെയാണ് ഇപ്പം ചിത്രീകരിക്കുന്ന ഒരു പുതിയ ട്രെൻഡ് വന്നിട്ടുണ്ട്. ഈ ട്രെൻഡ് ഉണ്ടാക്കുന്നതും ഇത് സെറ്റ് ചെയ്യുന്നതും ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ ബേസിൽ ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. ഞാനിപ്പം ഈ കക്ഷി രാഷ്ട്രീയത്തെ പറ്റിയിട്ടല്ല പറയുന്നത്, മറിച്ച് ക്രിക്കറ്റിനുള്ളിലുള്ളൊരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സിൻ്റെ ബേസിലാണ് ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് ശുഭ്മാൻ ഗില്ലിനെ ഒരു ബ്രാൻഡായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നു. ശുഭ്മാൻ ഗില്ലിനെ എന്താണ് നമ്മൾ പൊതുവെ എല്ലാവരും പറയുന്നു? ദ പ്രിൻസ്, രാജകുമാരൻ. ഞാൻ ചോദിക്കട്ടെ, ആരാണ് ശുഭ്മാൻ ഗില്ലിന് അത്തരത്തിലൊരു പേര് നൽകിയത്? ഇപ്പം നമുക്കറിയാം കിങ് കോഹ്ലി, അദ്ദേഹത്തെ നമ്മൾ കിങ് എന്ന് വിളിക്കുന്നുണ്ട്. ഈ വിളിക്കുന്നത് നമ്മൾ ഇദ്ദേഹം കരിയർ സ്റ്റാർട്ടായ സമയത്തൊന്നും ഇദ്ദേഹത്തെ കിങ് എന്ന് വിളിക്കാൻ ഒരു മനുഷ്യൻ്റെ കുട്ടി ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് ഒരുപാട് വിമർശനങ്ങൾ കേട്ട് അദ്ദേഹം കളിച്ച്
ഒരു ഘട്ടം എത്തിയപ്പോൾ സച്ചിൻ തെണ്ടുൽക്കറിൻ്റെ റെക്കോർഡ് മറികടക്കാൻ കേപ്പബിളായിട്ടുള്ള ഒരു ഇന്ത്യൻ പ്ലെയറായി വിരാട് കോഹ്ലി വരുമെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ വിശ്വസിച്ചിരുന്നു. ആ ഒരു സമയത്ത് അല്ലെങ്കിൽ അവിടുന്ന് അദ്ദേഹം എന്താണെന്നുള്ളത് അദ്ദേഹം പ്രൂവ് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹത്തിന് നമ്മൾ കിങ് എന്നൊക്കെ വിളിക്കാൻ തുടങ്ങിയത്. അതേപോലെ തന്നെ മഹേന്ദ്ര സിംഗ് ധോണി, അദ്ദേഹത്തെ നമ്മൾ ക്യാപ്റ്റൻ കൂൾ എന്ന് വിളിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവ രീതികളും കാര്യങ്ങളും വെച്ചിട്ടാണ്. അതേപോലെ തന്നെ തല എന്ന് വിളിക്കുന്നുണ്ട്. ചുമ്മാ അങ്ങ് കയറി തല. ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ നായകനായി അതുകൊണ്ട് തല എന്ന് വിളിക്കുന്നു എന്നുള്ളതല്ല. അദ്ദേഹം അവിടെ 5 കപ്പ് നേടി കൊടുത്തിട്ടുണ്ട്. ലോകത്തിലെ തന്നെ മികച്ച ഫിനിഷറായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. രോഹിത് ശർമ്മ, അദ്ദേഹത്തെ ഹിറ്റ്മാൻ എന്ന് വിളിക്കുന്നുണ്ട്. ODIയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നമുക്കറിയാവുന്ന കാര്യമാണ്. 264 റണ്ണാണ് അദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന് അടിച്ചു കൂട്ടുന്നത്. അതായത് ഇപ്പോൾ ഈ കഴിഞ്ഞ ശ്രീലങ്കൻ സീരീസ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പോലും ടീമിൻ്റെ ഫുൾ ടോട്ടൽ ഇല്ലാതെ അതിനേക്കാൾ വലിയൊരു റണ്ണ് ഒറ്റയ്ക്ക് നിന്ന് അടിക്കാൻ ക്യാപ്പബിളായിട്ടുള്ളൊരു പ്ലെയറാണ് രോഹിത് ശർമ്മ. അത്തരത്തിലുള്ളൊരു പ്ലെയറെ നമ്മൾ ഹിറ്റ്മാൻ എന്ന് വിളിക്കുന്നു. അദ്ദേഹത്തെയും തുടക്കത്തിൽ അദ്ദേഹം കരിയർ ബിൽഡ് ചെയ്യുന്ന സമയത്തൊന്നും ഹിറ്റ്മാൻ എന്ന് വിളിക്കാൻ ഒരു പട്ടിക്കുഞ്ഞു പോലും ഉണ്ടായിട്ടില്ല. അദ്ദേഹം പ്രൂവ് ചെയ്തു അദ്ദേഹത്തിൻ്റെ കഴിവ് എന്താണ്, അദ്ദേഹത്തിൻ്റെ ടാലൻ്റ് എന്താണ്, എൻ്റെ കളി രീതി ഇതാണ്, ഞാൻ ഇന്ത്യക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത് ഇതൊക്കെയാണെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മുകളിൽ നമുക്ക് പ്രേക്ഷകർക്കൊരു വിശ്വാസം വന്നു. അതിനുശേഷം അദ്ദേഹത്തെ അങ്ങനെ വിളിക്കാൻ തുടങ്ങി. അപ്പം ഗില്ലിനെ ആരാണ് പ്രിൻസ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു പേര് കൊടുത്തത് ആരാണ്? അത് ഇന്ത്യൻ ക്രിക്കറ്റ് അല്ല കൊടുക്കുന്നത് ആ പേര്. അത് കൃത്യമായിട്ട് അവരുടെ PR ഏജൻസികൾ, ഗില്ലിന് ശക്തമായിട്ടുള്ളൊരു PR ഏജൻസി ഉണ്ട്. ആ ഏജൻസിയിൽ നിന്നുകൊണ്ട് ഗില്ല് ദ പ്രിൻസ് എന്ന് പറഞ്ഞ് സ്വയം അവരോധിക്കുന്നു. അതിനെ മുതലെടുത്തുകൊണ്ട് അത് തന്നെ ബ്രാൻഡ് വാല്യൂ ആക്കിക്കൊണ്ട് BCCIയും മറ്റുള്ളവരും കൃത്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്നു. കൃത്യസമയത്ത് അദാനി അദ്ദേഹത്തിൻ്റെ IPL ടീമിൻ്റെ ഓണറായിട്ട് വരാനുള്ള സാധ്യതകൾ പുറത്തേക്ക് വരുന്നു. അപ്പം ഇതൊക്കെ കാണുമ്പോൾ ഇതിനകത്തൊരു പൊളിറ്റിക്സ് ഇല്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. കാരണം ഇത്രയും ക്ലിയറായിട്ട് ഇത്രയും സുതാര്യമായിട്ട് കാര്യങ്ങൾ നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റാവുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടുത്തെ പ്രിൻസ് എനിക്കറിയില്ല അദ്ദേഹം എങ്ങനെയാണ് പ്രിൻസ് ആയതെന്നുള്ളത്. ഇപ്പോൾ ഓക്കെ, ശുഭ്മാൻ ഗില്ല് നന്നായി കളിച്ച് അദ്ദേഹത്തിന് ഇപ്പം ഇത്രയും അവസരങ്ങൾ കൊടുത്തു. ഈ അവസരങ്ങളിലൊക്കെ അദ്ദേഹം വേറെ ലെവൽ പെർഫോമൻസ് കാഴ്ചവെച്ചു. ഓക്കെ, ഇനി ഇന്ത്യൻ ടീമിനെ നയിക്കാൻ പോകുന്നത് ഞാനാണ് ഇനി ഇന്ത്യൻ ടീമിൻ്റെ പ്രതീക്ഷ എന്ന് അദ്ദേഹം പ്രൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ആരാധകർ അറിഞ്ഞ് അദ്ദേഹത്തെ പ്രിൻസ് എന്ന് വിളിക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല. ഇത് അദ്ദേഹം കരിയർ ബിൽഡ് ചെയ്യുന്നതേ ഉള്ളൂ. ഈ സമയത്ത് തന്നെ എന്നാൽ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കിട്ടുന്ന അവസരങ്ങളിൽ എന്താ കാണിക്കുന്നതെന്ന് നമുക്കറിയാം. എന്നിട്ടും അദ്ദേഹത്തെ വിളിക്കുന്നു ദ പ്രിൻസ്. അപ്പം ഇതൊക്കെയാണ് നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ അവസ്ഥ. ഈ അവസ്ഥയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ, ഇന്ത്യൻ ക്രിക്കറ്റിനെ, BCCIനെ തള്ളി പറയേണ്ടത് എന്താ പറയുക, ഒരു ഇന്ത്യക്കാരെന്നുള്ള രീതിയിൽ തന്നെ ചെയ്യേണ്ടത് അനിവാര്യമായിരിക്കുകയാണ്. അത് കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യും. ഇതിൻ്റെ പേരിൽ ഇനി ആരെ വേണമെങ്കിലും നിങ്ങൾ രാജ്യദ്രോഹികളായിക്കോളൂ, ആരെ വേണമെങ്കിലും നിങ്ങൾ എന്ത് വേണമെങ്കിലും ആയിക്കോളൂ, അതൊന്നും വിഷയമുള്ള കാര്യമല്ല. പറയേണ്ടത് നമ്മളത് കൃത്യമായിട്ട് നമ്മൾ പറയും. കാരണം വേറൊരാൾ പറഞ്ഞതുകൊണ്ട് നമ്മളങ്ങനെ ഒരു രാജ്യദ്രോഹിയായി മാറുന്നില്ല. നല്ല ക്രിക്കറ്റ് കളിച്ചാൽ നമ്മൾ നല്ലതെന്ന് തന്നെ പറയും. അതാണ് ശ്രീലങ്കയെ നമ്മൾ ഇത്രയധികം വീണ്ടും ഉയർത്തി പറയുന്നത്. കാരണം എന്തൊരു കംബാക്കാണ് അവർ കൊടുക്കുന്നത്. ഇതേപോലെ തന്നെ ഗംഭീർ പുതിയ കോച്ചായി വന്ന പോലെ തന്നെയല്ലേ അവിടെ സനത് ജയസൂര്യ അദ്ദേഹം വന്നത്. അദ്ദേഹം തൻ്റെ കയ്യിലുള്ള റിസോഴ്സസ് എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം നോക്കി, അത് മനസ്സിലാക്കി പഠിച്ചു. ഓക്കെ, സീമേഴ്സിൽ ഇത്ര പേർക്ക് വരാൻ പറ്റില്ല, പതിരാനയ്ക്ക് ഇഞ്ചുറി ഉണ്ട്, അദ്ദേഹത്തിനെ കളിപ്പിക്കുന്നില്ല, ഒരുപാട് പ്ലെയേഴ്സിന് ഇഞ്ചുറി ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരു ടീമുമായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എതിരെ കളിക്കുന്നതാകട്ടെ ഇന്ത്യയെ പോലൊരു വമ്പൻ ടീം. അപ്പോൾ സാധാരണ പോലെ പിച്ചൊരുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി കിട്ടുമെന്നറിയാം. അപ്പോൾ കൃത്യമായിട്ട് ഏത് രീതിയിൽ അവരെ കുരുക്കണം എന്നൊരു പ്ലാൻ തയ്യാറാക്കി അതിനനുസരിച്ച് സ്ക്വാഡ് കൊണ്ടുവന്ന് കോച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കണം. ശരിക്കും പറഞ്ഞാൽ ജയസൂര്യ അദ്ദേഹത്തോട് എനിക്ക് ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തോട് ഭയങ്കര ഇഷ്ടമുണ്ട്. ഇപ്പോൾ ആ ഇഷ്ടം ഒന്നും കൂടി അങ്ങ് വർദ്ധിച്ചു. നേരെ മറിച്ച് ഗംഭീറിൻ്റെ കാര്യം, ഗംഭീർ മികച്ച പ്ലെയർ ആയിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ കോൺട്രവേഴ്സികൾ എപ്പോഴും ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്നൊരു പ്ലെയർ. ആവശ്യമില്ലാതെ, അതായത് നന്നായി കളിക്കുന്ന സമയത്ത് ധോണിയെ കുറ്റം പറയും, കോഹ്ലി നന്നായി കളിക്കുമ്പോൾ അദ്ദേഹത്തെ കുറ്റം പറയും. എന്നാൽ ഒരു അടുത്ത 2-3 മത്സരങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ തിരുത്തി പറയും. അത് കഴിഞ്ഞാൽ വീണ്ടും അവരെ തന്നെ വീണ്ടും ബ്ലെയിം ചെയ്ത് കുറ്റം പറയും.
ഇങ്ങനെയുള്ളൊരു ഗംഭീർ, അദ്ദേഹത്തെ ആ സമയത്ത് പോലും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കോച്ചായി കഴിഞ്ഞപ്പം ഉള്ള ഇഷ്ടം, ചെറിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നതും കൂടിയും പോകുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ക്രിക്കറ്റിൻ്റെ സെൻസിലെടുത്തുകൊണ്ട് ഇപ്പോഴും നമുക്ക് കാണാം ചില ആളുകൾ ഇന്ത്യൻ പാകിസ്ഥാൻ ഒരു മത്സരം വന്നു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് കളിയുടെ ഒരു ശൈലി വെച്ചിട്ട് പാകിസ്ഥാനോട് കൂടുതൽ താല്പര്യം ഉണ്ടാവും. അവർ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യും. ഇവിടെയുള്ള മറ്റുള്ളവർ അവരെ ഉടനെ തന്നെ എന്നാൽ നീ പാകിസ്ഥാനിലേക്ക് പോടാന്നുള്ള അവസ്ഥയാണ്. നീ എൻ്റെ രാജ്യത്തിരുന്നുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ രാജ്യത്തിരുന്നുകൊണ്ട് നീ അങ്ങനെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യണ്ട. ഏതായത് ഇത് സ്പോർട്സിന് നിരക്കുന്നൊരു കാര്യമല്ല. നമുക്കെല്ലാവർക്കും അറിയാം സ്പോർട്സ് ഇപ്പോൾ ക്രിക്കറ്റ് ആണെങ്കിൽ തന്നെ ജെൻറ്റിൽമാൻസ് ഗെയിമാണ്. അപ്പം ആ ഒരു മാന്യത ഇത് കാണുന്ന ആളുകൾ, നമ്മൾ ഓക്കെ പ്ലെയേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും, ചെറിയ രീതിയിലുള്ള എന്താ പറയുക അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മളെല്ലാവരും ചെന്ന് നിൽക്കുന്നത് ക്രിക്കറ്റ് എന്ന് പറയുന്നൊരു സംഭവത്തിലാണ്. അതായിരിക്കണം നമ്മുടെ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ മെയിൻ കണ്ടൻറ്റ് ക്രിക്കറ്റാണ്. ഇപ്പോൾ ചില ആളുകൾക്ക് വേറെ രാജ്യങ്ങൾ നന്നായി കളിക്കുമ്പം അല്ലെങ്കിൽ അവരുടെ പാസ്റ്റ് ഹിസ്റ്ററി കേട്ട് വളർന്നു വരുന്ന ആളുകളുണ്ടാവും. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്കിഷ്ടമുള്ള പ്ലെയേഴ്സിൽ എല്ലാവരും ഇപ്പം ഇന്ത്യക്കാരെ മുഴുവൻ ഇഷ്ടമാണ്, ഓക്കെയാണ്. പക്ഷേ ഇന്ത്യക്കാരെ മാത്രമല്ല എനിക്കിഷ്ടം, അതല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്ലെയേഴ്സ് എനിക്കുണ്ട്. ഇപ്പം ശ്രീലങ്കയിൽ നിന്ന് തന്നെയാണെന്നുണ്ടെങ്കിൽ മുത്തയ്യ മുരളീധരൻ എനിക്കിഷ്ടപ്പെട്ടൊരു പ്ലെയറാണ്. കുമാർ സംഗക്കാര എനിക്കിഷ്ടപ്പെട്ടൊരു പ്ലെയറാണ്. ദിൽഷൻ എനിക്കിഷ്ടപ്പെട്ടൊരു പ്ലെയറാണ്. ഇപ്പം ഈ പുതിയ കാലഘട്ടത്തിലാണെങ്കിൽ മദീഷ പതിരാന ഞാൻ വളരെയധികം പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്നൊരു പ്ലെയറാണ്. ഇതുപോലെ തന്നെ ഓരോ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാലും റിക്കി പോണ്ടിങ്, ആദം ഗിൽക്രിസ്റ്റ്, ലെജൻഡറി ആയിട്ടുള്ള എത്രയോ പ്ലെയേഴ്സ്, വസീം അക്രം, ഷെയ്ൻ വോൺ. ഇനി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല, ഒരു വേൾഡ് കപ്പിൽ നമ്മുടെ ഓസ്ട്രേലിയയുടെ ബാറ്ററായിട്ടുള്ള വാട്സൺ, അദ്ദേഹം നമുക്കറിയാം നല്ല രീതിയിൽ ഷോട്ട് ബോളുകൾ വന്നു കഴിഞ്ഞാൽ ഫുൾ ഷോട്ട് അടിക്കാൻ ക്യാപ്പബിൾ ആയിട്ടുള്ളൊരു പ്ലെയർ. അദ്ദേഹം പാകിസ്ഥാൻ്റെ വഹാബ് റിയാസ് എന്ന് പറയുന്ന പേസറുടെ മുമ്പിൽ നിന്ന് വിയർക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിലുള്ള കളികൾ കാണുമ്പോൾ നമ്മളെങ്ങനെയാണ് ആ പ്ലെയറെ നമ്മൾ ഇഷ്ടപ്പെടാതിരിക്കുക, അദ്ദേഹത്തിൻ്റെ കഴിവ് നമ്മളെങ്ങനെയാണ് അംഗീകരിക്കാതിരിക്കുക. അപ്പം ഇത് മറ്റ് രാജ്യങ്ങളെ ഒന്നും സപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രശ്നമില്ല, പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ചില പ്രശ്നങ്ങൾ. ഇത് എൻ്റെ കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ അന്നും ഇന്നും എന്നും ടീം ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ അതങ്ങനെ അല്ലാതെ വേറെ ടീമുകളെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അവരെയും നമ്മൾ അംഗീകരിക്കാൻ പഠിക്കുക. കളിയുടെ സമയത്തൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തമാശയ്ക്കൊക്കെ നമ്മൾ പറയും നമുക്ക് നോക്കാമല്ലോ അടുത്ത കളിയെ ആര് ജയിക്കും, അങ്ങനെയൊക്കെ നമുക്ക് പറയാം, നമുക്ക് വെല്ലുവിളിക്കാം. പക്ഷെ അതോടുകൂടി കഴിയണം. അതിനപ്പുറത്തേക്ക് അതിനുള്ളിലേക്ക് വേറൊരു പൊളിറ്റിക്സ് കൊണ്ടുവന്ന്, ഇപ്പം ഇതുതന്നെയാണ് പ്രശ്നം. അതായത് ക്രിക്കറ്റിൻ്റെ ഉള്ളിൽ ഒരു പൊളിറ്റിക്സ്, അത് കഴിഞ്ഞ് വേറെ എവിടെയൊക്കെ അവസരങ്ങളുണ്ടോ അവിടെയൊക്കെ ആരാധകരായിട്ടുള്ള നമ്മുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള തെറ്റുകൾ വരുന്നു. അപ്പം ഇതെല്ലാം മാറി ഒരു നല്ല ക്രിക്കറ്റ് സംസ്കാരം നമ്മുടെ രാജ്യത്തുണ്ടായി വരട്ടെ. ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് മാത്രമല്ല ലോക ക്രിക്കറ്റ് കഴിവുള്ള പ്ലെയേഴ്സ് വളർന്നു വരട്ടെ, അവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കട്ടെ, അവരിലൂടെ ക്രിക്കറ്റ് ഇനിയും മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ പടർന്ന് പന്തലിക്കട്ടെ. ഇത്ര മാത്രമേ ഈ വീഡിയോയിൽ പറയാനുള്ളൂ. അപ്പം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അധികം വൈകാതെ തന്നെ കാണാം.